പ്രീമിയർ ലീഗിൻ്റെ പുതിയൊരു സീസൺ കൂടി ആരംഭിക്കുകയാണ്. ഇനി വലിയ ആവേശത്തിലേക്കാണ് ഫുട്ബോൾ പ്രേമികൾ കടക്കുന്നത്. പ്രത്യേകിച്ച് വീക്കെൻഡുകളൊക്കെ വമ്പൻ പോരാട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കും. എന്തായാലും ആവേശത്തിൻ്റെ നാളുകൾ തന്നെയാണ് ഫുട്ബോൾ പ്രേമികളെ കാത്തിരിക്കുന്നത്. ഇത്തവണ പ്രീമിയർ ലീഗ് കിരീടം ആര് നേടും? ഇത് സംബന്ധിച്ച് വലിയ തർക്കങ്ങളും വാഗ്വാദങ്ങളും പ്രവചനങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്. നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. അതിനൊപ്പം തന്നെ ആർസണലിൻ്റെ പേരും സജീവമായി തന്നെ ഉയരുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ആരാധകർ അവരുടെ ടീമിൻ്റെ പേര് ചില ആളുകൾ വളരെ ആത്മാർത്ഥമായി പറയുന്നു ഇത്തവണ ഞങ്ങളുടെ ടീമിന് കിരീടം നേടാനുള്ള സാധ്യത കുറവാണെന്ന്. ചില ആളുകൾ പറയുന്നു അങ്ങനെയല്ല, ഞങ്ങളുടെ ടീം ഇത്തവണ കിരീടം നേടും. ആ ഒരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ മാഞ്ചസ്റ്റർ സിറ്റിയും ആർസണലും തമ്മിലുള്ള ഒരു ഫൈറ്റ് തന്നെയായിരിക്കും ഇത്തവണയും പ്രീമിയർ ലീഗിൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം രണ്ട് ടീമിൻ്റെയും സ്ക്വാഡുകൾ വിലയിരുത്തുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പം സിറ്റിയിലേക്ക് കടക്കുകയാണ്. സിറ്റിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അവരുടെ കൺസിസ്റ്റൻസി തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു മാരത്തൺ അല്ലെങ്കിൽ ദീർഘദൂര ഓട്ടക്കാരൻ എങ്ങനെയാണോ ഒരു വൈഭവം ഉണ്ടാക്കുന്നത് ആ രീതിയിലുള്ള ഒരു എക്സലൻസ് സിറ്റിക്കുണ്ട്. തുടക്കം ചിലപ്പോൾ വളരെ ശക്തമായ രീതിയിലൊന്നായിരിക്കില്ല, ചെറിയ അല്ലെങ്കിൽ പതിയ താളത്തിലൊക്കെ ആയിരിക്കും തുടങ്ങുക. പക്ഷേ അവസാനമാകുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി അവരുടെ വിശ്വരൂപം പുറത്തെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ 2 സീസണിലും കണ്ടത്. പൊതുവേ സിറ്റിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ്, പെപ് ഗാർഡിയോള ആ രീതിയിലാണ് ടീമിനെ വളർത്തിയെടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ട്രാക്ക് റെക്കോർഡ് നിലവിലും സിറ്റിക്ക് ഉണ്ട് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ലാസ്റ്റ് മിനിറ്റുകളിൽ വിജയം നേടാനും അല്ലെങ്കിൽ അവസാന ലാപ്പുകളിൽ കൃത്യമായിട്ട് അവർക്ക് വേണ്ട ബേസിക്സ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനും മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിക്കുന്നു എന്നത് തന്നെയാണ് 38 മത്സരങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു മാരത്തൺ എഫക്റ്റുള്ള ഒരു ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി ഇത്രയും എക്സൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ 7 സീസണിൽ 6ലും വിജയിക്കാൻ പെപ് ഗാർഡിയോളയുടെ ടീമിന് സാധിച്ചതിൻ്റെ ഒരു പ്രധാന ഘടകവും ഇത് തന്നെയാണ്. പിന്നെ അവരുടെ സ്ക്വാഡിൻ്റെ ഒരു ഡെപ്ത് തന്നെയാണ്. മികച്ച യുവതാരങ്ങളും വളരെ അനുഭവ സമ്പന്നരായ ഗെയിം ചേഞ്ചേഴ്സായുള്ള ഒരുപാട് പ്ലെയേഴ്സും മാഞ്ചസ്റ്റർ സിറ്റിക്കുണ്ട്. ഇപ്പം നിലവിൽ ഹുലിയൻ അൽവാരസ് പോയതാണ് സിറ്റിക്ക് ചെറിയൊരു ന്യൂനത. നല്ലൊരു പ്ലെയർ ആയിരുന്നു അൽവാരസ്, പ്രത്യേകിച്ച് സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ ആയി വന്ന് ഇത്രയും മികച്ച രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്ലെയർ എന്നുള്ള രീതിയിൽ അൽവാരസിന് ശരിക്കും ഒരു പോസിറ്റീവായുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു ടീമിൽ. പിന്നെ സാവിനിയോയെ സൈൻ ചെയ്തിട്ടുണ്ട്. ബ്രസീലിയൻ ടാലൻ്റാണ് അദ്ദേഹം. 2 വിങ്ങുകളിലും എക്സൽ ചെയ്യാൻ പറ്റിയൊരു പ്ലെയറാണ്. പ്രത്യേകിച്ച് വൈഡ് ഏരിയാസിൽ നല്ല രീതിയിൽ നീക്കങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന അത്യാവശ്യം അറ്റാക്കിംഗ് മൈൻഡ് സെറ്റുള്ള ഒരു പ്ലെയറാണ്. ഒരു ബ്രസീലിയൻ ടാലൻ്റാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഡോക്കുവിനെ പോലുള്ള അല്ലെങ്കിൽ ഓസ്കാർ ബോബിനെയും മെക്കാറ്റിനെയൊക്കെ പോലുള്ള പ്ലെയേഴ്സ് മാഞ്ചസ്റ്റർ സിറ്റിക്കുണ്ട്. പിന്നെ നമ്മൾ പറയേണ്ടത് ഏറ്റവും നിർണായകമായ താരങ്ങൾ അവരിപ്പോഴും സെറ്റായിട്ട് തന്നെ കളിക്കുന്നു എന്നുള്ളതാണ്. കെവിൻ ഡി ബ്രൂയിനെയും പിന്നെ എഡേഴ്സനും റോഡ്രിയും ജാക്ക് ഗ്രീലിഷും ഫിൽഫോർഡനും ഇങ്ങനെ ഒരു വലിയ നിര തന്നെയുണ്ട്. ബെർണാഡോ സിൽവ. പിന്നെ മറ്റൊരു പ്രമുഖ താരത്തിൻ്റെ പേര് വിട്ടുപോയി. എർലിംഗ് ഹാലൻഡിനെ കുറിച്ച് കൂടുതൽ പരാമർശിക്കേണ്ടതില്ല. എല്ലാവർക്കും അറിയാം ഹാലൻഡിൻ്റെ ഗോളടി മികവ് എന്താണെന്നുള്ളത്. ഇന്ന് പല ക്ലബ്ബുകൾക്കുള്ള ഒരു പ്രധാന പ്രതിസന്ധി നല്ലൊരു സ്ട്രൈക്കർ ഇല്ല എന്നതാണ്. എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ആ ഒരു പ്രശ്നവുമില്ല. എർലിംഗ് ഹാലൻഡിൻ്റെ സാന്നിധ്യം സിറ്റിക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണെന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് തർക്കമൊന്നുമില്ല. അപ്പം ആ രീതിയിൽ ശരിക്കും സമീകൃതമായ രീതിയിൽ ഒരു ബാലൻസ്ഡ് ആയുള്ള ഒരു സൈഡ് തന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റി. ഇപ്പം നിലവിൽ കമ്മ്യൂണിറ്റി ഷീൽഡ് നേടി അവർ വളരെ ആത്മവിശ്വാസത്തോടെ, അതായത് ഒരു സിൽവർ വെയറോടെ തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ സിറ്റിക്കൊരു ചെറിയൊരു ആശങ്കയുള്ളത് അവരുടെ നിലവിലുള്ള ഫിനാൻഷ്യൽ ഫെയർ പ്ലേയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പം നിലവിൽ 115 ചാർജസ് സിറ്റിക്കെതിരെയുണ്ട്. അപ്പോൾ അതിൽ ഒരു വിധിയൊക്കെ അടുത്തൊരു ജനുവരിയോടുകൂടി വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ വരും എന്നുള്ളതൊരു ചെറിയൊരു ആശങ്കയുണ്ട്. നമുക്കിപ്പോൾ അതിലേക്ക് കൂടുതൽ പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം അതിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല എങ്ങനെ വരും എന്നുള്ളത്. പിന്നെ ആർസണലിലേക്ക് വരികയാണെങ്കിൽ ആർസണലിൽ ഇത്തവണ ചില വീക്ക് ലിങ്ക്സൊക്കെ സ്ട്രോങ് ആക്കിയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് അവരുടെ ലെഫ്റ്റ് ഫ്ലാങ്കിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്ഫറൊക്കെ നടത്തിയിരിക്കുകയാണ്. റിക്കാർഡോ കാലഫിയോറിയെ കൊണ്ടുവന്ന് ഡിഫൻസ് ഒന്നും കൂടെ ശക്തമാക്കിയിട്ടുണ്ട്. ഡിഫൻസ് മാത്രമല്ല നല്ല അറ്റാക്കിംഗ് മൈൻഡ് സെറ്റുള്ള പ്ലെയറാണ് കാലഫിയോറി. അതുവഴി ആ ഒരു ലെഫ്റ്റ് ഫ്ലാങ്കിൽ കുറച്ചും കൂടിയൊക്കെ നല്ല നീക്കങ്ങൾ നടത്താൻ ആർസണലിന് സാധിക്കും എന്നാണ് വിലയിരുത്തുന്നത്. പിന്നെ സാക്കയും ഒഡേഗാർഡും ഒക്കെ ചേരുന്ന ഒരു കോമ്പിനേഷൻ, ബെൻ വൈറ്റൊക്കെ ചേരുന്ന ഒരു കോമ്പിനേഷൻ, അതിനൊപ്പം ഡെക്ലാൻ റൈസിൻ്റെ സാന്നിധ്യം, ഇതൊക്കെ വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ് ആർസണലിൻ്റെ. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും കഴിഞ്ഞ സീസണിലൊക്കെ ആർസണൽ നേരിട്ട് പോയിൻ്റ് ഡ്രോപ്പുകളൊക്കെ മറികടക്കണമെങ്കിൽ ഒരു നല്ലൊരു പ്രൊലിഫിക്കായ സ്ട്രൈക്കർ കൂടെ ഗണ്ണേഴ്സിന് വേണം. കാരണം ഒരു ഏത് ഡിഫൻസിനെയും കീറിമുറിച്ച് ഗോൾ നേടാൻ പറ്റുന്ന ആ രീതിയിലുള്ള ഒരു സ്കില്ലുള്ള ഒരു ഗോൾ സ്കോറിങ് എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ കൂടെ ആർസണലിന് വേണം എന്നുള്ളൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു വിലയിരുത്തലുണ്ട്. എങ്കിൽ സിറ്റിയെ മറികടക്കാൻ കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും എന്നുള്ള
ഒരു അനാലിസിസാണ് പൊതുവേ ഉള്ളത്. പക്ഷേ ഇതുവരെ അങ്ങനെയുള്ളൊരു താരത്തെ ആസനലിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പം ജെസ്യൂസ് ആണെങ്കിലും കൈ ഹാവേർട്സ് ആണെങ്കിലും ആ രീതിയിലേക്കൊന്നും ഉയരുന്നില്ല. കൈ ഹാവേർട്സ് ഒരു പ്രോപ്പർ സ്ട്രൈക്കറല്ല. ജെസ്യൂസിനെ സംബന്ധിച്ചാണെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി അദ്ദേഹത്തിന് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും സാക്കയ്ക്ക് അമിതഭാരം ഉണ്ട് ആസനലിൻ്റെ നിരയിൽ. അപ്പോൾ അതെങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ഒരു ചോദ്യമായി നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ 2 സീസണിലും കപ്പിനും ചുണ്ടിനും ഇടയിൽ കിരീടം നഷ്ടപ്പെട്ട ടീമാണ് ആസനൽ. ആസനൽ കോച്ചിനോട് ചോദിച്ചപ്പോൾ ആസനൽ കോച്ച് ഇത്തവണ പറഞ്ഞത് ഞങ്ങൾക്ക് 114 പോയിൻറ്റ് നേടണം, എന്നാൽ ഞങ്ങൾ കിരീടം നേടുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യമുണ്ട് വ്യക്തമായിട്ട്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ ടീം നടന്നു പോകുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. മാഞ്ചസ്റ്റർ സിറ്റിയും ആസനലും കഴിഞ്ഞാൽ പിന്നെ പ്രീമിയർ ലീഗ് കിരീടം നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു ടീം ലിവർപൂളാണ്. ലിവർപൂൾ നിലവിലെ 3ാം സ്ഥാനക്കാരാണ്. യുർഗൻ ക്ലോപ്പിൻ്റെ ഇതിഹാസതുല്യമായ ഒരു ഏടിന് ശേഷം പുതിയൊരു എപ്പിസോഡിലേക്കാണ് ലിവർപൂൾ കടക്കുന്നത്. പുതിയ കോച്ച് അർനെ സ്ലോട്ടിന് കീഴിൽ പ്രീ സീസൺ മത്സരങ്ങളിലൊക്കെ മോശമില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെക്കാൻ റെഡ്സിന് സാധിച്ചിരുന്നു. പിന്നെ അവരുടെ ഏറ്റവും അനുകൂലമായൊരു ഘടകം പല പ്രമുഖ താരങ്ങളെയും റീറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്നതാണ്. മുഹമ്മദ് സലയും വിർജിൽ വാൻ ഡൈക്കും പിന്നെ അർണോൾഡ് എല്ലാം ഇപ്പോഴും ടീമിലുണ്ട്. അത് അർനെ സ്ലോട്ടിന് വളരെ അനുകൂലമായുള്ളൊരു കാര്യമാണ്. കാരണം ഒരു കൺസിസ്റ്റൻ്റായിട്ട് കളിക്കുന്ന, കഴിഞ്ഞ സീസണിലൊരു ട്രാൻസിഷൻ ഫേസിലായിരുന്നു ലിവർപൂൾ. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻ്റായി കളിക്കുന്ന ഒരു ടീമിനെ വീണ്ടും സെറ്റ് ചെയ്തെടുക്കാൻ യുർഗൻ ക്ലോപ്പിന് സാധിച്ചിരുന്നു. അപ്പം ആ ഒരു ടീമിനെ ക്യാരി ഓവർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നത് പുതിയ കോച്ചായ സ്ലോട്ടിന് വളരെ പോസിറ്റീവായുള്ള ഒരു ഔട്ട്കം നൽകും. പിന്നെ അതിനുപരിയായിട്ട് യുർഗൻ ക്ലോപ്പിൻ്റെ ഒരു ശൈലിയും അർനെ സ്ലോട്ടിൻ്റെ ശൈലിയും തമ്മിൽ ഏതാണ്ട് സാമ്യമുണ്ട്. കാരണം 2 കോച്ചുമാരും ഒരു ഹൈ പ്രസ്സിങ് സ്റ്റൈലാണ് അനുവർത്തിക്കുന്നത്. അപ്പം അത് ഈ ഒരു ഘടകം ലിവർപൂൾ താരങ്ങൾക്കും ഗുണം ചെയ്യും. കാരണം അവർക്കൊരു കണ്ടിന്യൂറ്റി ഫീൽ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഒരു ന്യൂനതയെ കാണുന്നത് പുതിയ സൈനിങ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. സുബിമെൻഡിയെ ശ്രമിച്ചെങ്കിലും അത് വർക്കൗട്ടായില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സാധ്യതകളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇത്തവണ മികച്ച കുറച്ച് സൈനിങ്ങുകളുമായി ടീമിനെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ടെൻ ഹാഗിൻ്റെ ടീം. കഴിഞ്ഞ സീസണിൽ 8ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിരുന്നു യുണൈറ്റഡിന്. ഡിഫൻസിലായിരുന്നു മൊത്തം പ്രശ്നങ്ങൾ കൂടുതൽ. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി 3 പ്രമുഖ യങ് ഡിഫൻഡേഴ്സിനെയാണ് യുണൈറ്റഡ് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ലെനി യോറോയാണ്, പിന്നെ മത്യാസ് ഡിലൈറ്റും നുസൈർ മഷ്റൂയുമാണ്. ഇവർ 3 പേരും അത്യാവശ്യം നല്ല പോരാട്ട വീര്യമുള്ള ഡിഫൻഡേഴ്സാണ്. അപ്പോൾ ഇവർ വരുമ്പോൾ യുണൈറ്റഡിൻ്റെ ഡിഫൻസ് ഒന്നും കൂടെ സെറ്റാവും എന്നുള്ളൊരു പ്രതീക്ഷ പൊതുവെ ടെൻ ഹാഗിനും യുണൈറ്റഡ് ആരാധകർക്കും ഉണ്ട്. പിന്നെ മിഡ്ഫീൽഡിലാണ് ഇപ്പോഴും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. മിഡ്ഫീൽഡിൽ ഒരു താരത്തിൻ്റെ അഭാവം അവർക്ക് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിൻ്റെ. കാസിമറോയ്ക്ക് ഒരു ബാക്കപ്പായിട്ട് നല്ലൊരു പ്ലെയർ ഇല്ല. ഇപ്പം ഉഗാർത്തയുടെ പേരൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ അത് സംബന്ധിച്ചൊരു നിർണായക പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ജോഷുവ സിർക്സി വന്നത്, മുന്നേറ്റ നിരയിൽ വന്നതും ടീമിന് അല്പം ഒരു പോസിറ്റീവായുള്ള ഒരു വശം നൽകും. സിർക്സി ഒരു യങ് ഫോർവേഡാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ എക്സ്പീരിയൻസ് ഇല്ല ഒരു ബിഗ് വെന്യൂവിലൊക്കെ വരുമ്പോൾ. അപ്പോൾ അതെങ്ങനെ വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. പിന്നെ ഹോയ്ലൻഡിൻ്റെ ആ ഒരു പരിക്കും യുണൈറ്റഡിന് ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു പൊതുവെ യുണൈറ്റഡ് നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി അവർക്ക് നല്ലൊരു പ്രൊലിഫിക് ആയുള്ള ഒരു ഗോൾ സ്കോറർ ഇല്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കമ്മ്യൂണിറ്റി ഷീൽഡ് മത്സരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് റാഷ്ഫോർഡ് എങ്ങനെയാണ് അവസരങ്ങളൊക്കെ തുലച്ചതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ഒരു ഗോൾ സ്കോറർ, ഏത് വിധേനയും ഗോൾ നേടാൻ പറ്റുന്ന നല്ലൊരു ഗോൾ സ്കോറർ ഇല്ല എന്നുള്ളത് യുണൈറ്റഡിന് ഇപ്പോഴും ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. പിന്നെ ചെൽസിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെൽസി വലിയ സൈനിങ്ങളൊക്കെയാണ് നടത്തിയിരിക്കുന്നത്. 12 താരങ്ങളെയൊക്കെയാണ് ഇത്തവണ സൈൻ ചെയ്തിരിക്കുന്നത്. താരങ്ങളെ വാങ്ങിച്ചു കൂട്ടുകയാണ് ടോഡ് ബോഹ്ലി. ഇപ്പോൾ എങ്ങനെ അത് വരും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. കാരണം പുതിയ കോച്ചാണ് ചെൽസിക്കും. എൻസോ മറസ്ക എന്ന് പറഞ്ഞ ഇറ്റാലിയൻ കോച്ചാണ്. ലെസ്റ്ററിനെ കഴിഞ്ഞ സീസണിൽ പരിശീലിപ്പിച്ച് പ്രീമിയർ ലീഗിലേക്ക് തിരികെ കൊണ്ടുവന്ന റെക്കോർഡോടുകൂടിയാണ് മറസ്ക വന്നിരിക്കുന്നത്. മറസ്കയുടെ കീഴിൽ പ്രീ സീസൺ മത്സരങ്ങളിൽ ചെൽസിയുടെ പ്രകടനം സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല. ആകെ ഒരൊറ്റ മത്സരം മാത്രമാണ് ജയിച്ചത്. അതുകൊണ്ട് തന്നെ ടീമിനെയും ഇമ്പ്രൂവ് ചെയ്യാണ്ട്. പക്ഷേ നല്ല ടാലൻ്റുള്ള ടീമാണ്, വലിയൊരു സ്ക്വാഡാണ്. 45ഓളം താരങ്ങളാണ് ഫസ്റ്റ് ടീമിലുള്ളത്. അപ്പോൾ ഓരോ പൊസിഷനിലും ഒന്നിലധികം താരങ്ങളെ കൊണ്ടുവരാൻ മറസ്കയ്ക്ക് സാധിക്കും. പക്ഷേ അതിന് മുന്നോടിയായിട്ട് അദ്ദേഹം നല്ലൊരു സ്ട്രക്ചർ ടീമിൽ ഉണ്ടാക്കണം, നല്ലൊരു ഫോർമേഷൻ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ കൺസിസ്റ്റൻസിയൊക്കെ ചെൽസിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ചെൽസിയുടെയും ഏറ്റവും വലിയൊരു ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഒരു ന്യൂനത എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ട്രൈക്കർ തന്നെയാണ്. ഇപ്പോൾ ഒസിമൻ്റെ പേര് വളരെ സജീവമായി കേൾക്കുന്നുണ്ട്. ഒസിമൻ ചെൽസിയിലേക്ക് വരികയാണെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ കോൾ പാർമറിനെ പോലുള്ള യുവതാരങ്ങളെയൊക്കെ നമുക്ക് വലിയ രീതിയിൽ തന്നെ വാല്യൂ ചെയ്യണം. എന്തായാലും ചെൽസിയുടെ ഭാഗത്തു നിന്ന് വലിയൊരു മുന്നേറ്റം ഇത്തവണ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം അത് സംബന്ധിച്ച് നമുക്കൊരു ഫൈനൽ പ്രഡിക്ഷൻ ഒന്നും ഇപ്പം പറയാൻ പറ്റില്ല.
പിന്നെ ആസ്റ്റൺ വില്ല ആണെങ്കിലും വെസ്റ്റ് ഹാം ആണെങ്കിലും ടോട്ടൻഹാം ആണെങ്കിലും ഇവരെല്ലാം നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇത്തവണ പ്രീമിയർ ലീഗിൽ ഇറങ്ങാൻ പോകുന്നത്. ആസ്റ്റൺ വില്ലയ്ക്ക് ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ അവർ 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിരുന്നു. പക്ഷേ ഇത്തവണ അവർക്ക് ചാമ്പ്യൻസ് ലീഗ് ബർത്ത് കൂടെ ലഭിച്ചിരിക്കണം. അപ്പോൾ ചാമ്പ്യൻസ് ലീഗും പ്രീമിയർ ലീഗും ഒരുപോലെ കൊണ്ടുപോകണം എന്നതാണ് ഉനൈ എമറിയുടെ ടീമിനൊരു വെല്ലുവിളിയായി നിൽക്കുന്നത്. അതുകൂടാതെ മറ്റ് ടീമുകളും പ്രീമിയർ ലീഗ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ ടീമുകളെയും ഏത് ടീമിനെയും നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. കാരണം എല്ലാ ടീമുകളും അവരുടേതായ ദിവസത്തിൽ വിജയിക്കാൻ കെൽപ്പുള്ള ടീമുകളാണ്. അത്രയും ഹൈ ഇൻറ്റൻസിറ്റി ഉള്ള ഒരു ഫുട്ബോളാണ് പ്രീമിയർ ലീഗിൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? ഏത് ടീമായിരിക്കും ഇത്തവണ കിരീടം നേടുക? സിറ്റി തന്നെയായിരിക്കുമോ, അല്ലെങ്കിൽ ആഴ്സണൽ ഇത്തവണ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുമോ, അല്ലെങ്കിൽ മറ്റൊരു ടീം കിരീടത്തിലേക്ക് എത്തുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? പ്രീമിയർ ലീഗിൻ്റെ ഈ സീസണെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക.